സ്നാനം, ഉയരത്തിൽ നിന്നുള്ള പിറവി, ബാപ്റ്റിസം ബോൺ ഫ്രം അബവ് എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയം. സ്നാനത്തിൻ്റെ പ്രാധാന്യം ഏതാണ്? സ്നാനത്തിലൂടെ എങ്ങനെയാണ് ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്? അത് ഉയരത്തിൽ നിന്നുള്ള സ്നാനമായി മാറ്റപ്പെടുന്നത് ഏത് തലത്തിലൂടെ നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോഴാണ്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വ്യക്തമായി ഒന്ന് പഠിക്കാനായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ആദ്യമേ വളരെ താല്പര്യത്തോടുകൂടി ചേർത്ത് വയ്ക്കാനായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പാഠഭാഗമായി വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ എത്തുകയാണ്. പ്രമാണിയായ സന്നദ്രീൻ സംഘത്തിലെ അംഗങ്ങളിൽ ഒരാളായ നിക്കോദെമോസ് യേശുവിൻ്റെ അരികിൽ എത്തുന്നത് കുറച്ച് വൈകിയ ഒരു സമയത്താണ്. നമ്മൾ വായിക്കുന്ന ഒരു രാത്രി സമയത്ത് നിക്കോദെമോസ് യേശുവിൻ്റെ അരികിൽ എത്തുകയാണ്. രാത്രി യേശുവിൻ്റെ അരികിൽ എത്തിയിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, റബി, എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതിലൊന്ന്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ, പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് നീ പറയുന്നത്. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങളെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിക്കോദെമോസ്. ഒന്നാമത് പറയുന്നത്, നീ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്ന ഉപദേശകനാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിനക്ക് സാധിക്കുകയും ഇല്ല എന്നതാണ്. എന്നാൽ അദ്ദേഹം പ്രതീക്ഷിച്ച മറുപടി ആയിരുന്നില്ല യേശു അദ്ദേഹത്തിന് നൽകിയത്. യേശു അദ്ദേഹത്തോട് പറയുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. അയാൾ യേശുവിനോട് ചോദിച്ചത്, നീ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നു, ദൈവവചനം നീ പറയുന്നു, ദൈവത്തോട് നിനക്ക് നല്ലൊരു ബന്ധമുണ്ട്, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നിനക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇത് പറയുമ്പോൾ യേശു അവനോട് പറയുന്നത്, നീ ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് വന്നാലേ യഥാർത്ഥത്തിൽ നിനക്ക് ദൈവസ്നേഹം അറിയാനായി കഴിയുകയുള്ളൂ എന്നതാണ്. നീ ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് വരണം, നീ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അകത്തേക്ക് വരണം. പുറമേ നിന്ന് നീ പഠിച്ച വചനങ്ങൾ വച്ചിട്ട് ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരനായി തീരാൻ സാധിക്കുകയില്ല. അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് യേശു അവനോട് പറയുന്നത്. ഒന്ന്, അവനോട് പറയുന്നു 5-ാമത്തെ വാക്യത്തിൽ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കാനായി സാധിക്കുകയില്ല. ദൈവപുത്രനാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നതും അതിലൂടെയാണ്. വെള്ളത്താലും ആത്മാവിലാലും ജനിച്ചില്ല എങ്കിൽ നിനക്കൊരിക്കലും ദൈവരാജ്യത്തിൽ കടക്കാനായി സാധിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്. നമ്മുടെ ശരീരം എങ്ങനെയുള്ളതാണ്? ജഡശരീരമാണ്. അപ്പോൾ ജഡത്താൽ ജനിച്ചതെല്ലാം ജഡീക സ്വഭാവമുള്ളതാണ്. എന്നാൽ ആത്മാവിനാൽ ജനിച്ചവർ എല്ലാവരും ആത്മീക സ്വഭാവം ഉള്ളവരുമാണ്. നിങ്ങൾ പുതുതായി എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ പുതുതാക്കപ്പെടണം എന്നതാണ്. അതാണ് നിക്കോദെമോസിനോട് യേശു പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങളിൽ നമുക്ക് പുതുക്കം ഉണ്ടാകണം, അല്ലെങ്കിൽ രണ്ട് സ്നാനങ്ങൾ നമുക്ക് വേണം. ഏതൊക്കെയാണ് ഈ സ്നാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നിക്കോദെമോസിനോട് യേശു പറയുകയാണ്, നിനക്ക് ഇങ്ങനെ ഒരു പുതുക്കം വന്നു കഴിഞ്ഞാൽ നിനക്കൊരു അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹത്തിൻ്റെ പേരാണ് യു വിൽ ബി ദ പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നീ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറും. നീ ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിൽ നിനക്കും പങ്കുണ്ടാകും. ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് നിനക്ക് ഈ ലോകം വിട്ടു പോകേണ്ടി വരും. ജഡീക മനുഷ്യൻ ജഡത്തിൽ ജനിച്ച് ജഡത്തിൽ ജീവിച്ച് ജഡത്തിൽ മരിക്കും. ആത്മീക മനുഷ്യൻ ആത്മാവിലൂടെ ജീവിച്ച് ആത്മാവിനെ അവകാശമാക്കി ആത്മാവ് വസിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് എത്തും. നിനക്കത് വേണമോ എന്ന് അവനോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മൾ ആഗ്രഹിക്കുന്നത്.
രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നീ വെള്ളത്താൽ ജനിക്കണം. രണ്ടാമത് ഏതിനാലാണ്? ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് വായിക്കാം പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം. 1 പത്രോസ് 1-ാം അധ്യായം 23-24 വചനങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം 23-24 വചനങ്ങൾ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഏതിനാൽ ജനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം? ദൈവവചനത്താൽ ജനിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരു വാക്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. എഫേസ്യർ 5:26. അവളെ മീൻസ് ആരാണ്? സഭയെ അല്ലെങ്കിൽ ജനത്തെ. വചനത്തോടു കൂടിയ, വചനത്താലുള്ള ജലസ്നാനം, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി അല്ലെങ്കിൽ വിശുദ്ധീകരിച്ചു. അപ്പോൾ ഇതാണ് യേശു പറയാനായി ആഗ്രഹിക്കുന്നത്. വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ, വെള്ളത്താൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനത്താൽ നിങ്ങൾ കഴുകപ്പെടണം എന്നതാണ്. ദൈവവചനത്താൽ കഴുകപ്പെടണം. യേശു പുതിയൊരു കാര്യം അവരെ പഠിപ്പിക്കുകയാണ്. ദൈവവചനം നീ മനസ്സിലാക്കിയാൽ പോരാ, വചനത്താൽ നീ കഴുകപ്പെടണം. യേശുവിൻ്റെ അരികിൽ വരുന്ന നിക്കോദെമോസിൻ്റെ പ്രത്യേകത എന്താണ്? അവന് വചനം അറിയാം, പക്ഷേ ആ മനുഷ്യൻ വചനത്താൽ കഴുകപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ വചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും, പക്ഷേ ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? വചനത്താൽ കഴുകപ്പെട്ടിട്ടില്ല. അതാ പറയുന്നത്, നിങ്ങൾ വചനം പറയുന്നു, വായിക്കുന്നു, കേൾക്കുന്നു, എല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങൾ വചനത്താൽ കഴുകപ്പെടണം എന്നതാണ് യേശു നിക്കോദെമോസിനോട് പറയുന്നത്. നീ വെള്ളത്താൽ എന്ത് ചെയ്യണം? പുനർജനിക്കണം. നിനക്ക് വെള്ളത്താൽ ഒരു പുതിയ ജനനം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വചനത്താൽ ജനിക്കുക, വചനത്താൽ ജനിക്കുക. പത്രോസിൻ്റെ ലേഖനം നമ്മൾ വായിച്ചാൽ ഇനി ഒന്നുകൂടെ മനസ്സിലാകും. നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിലനിൽക്കുന്നത്. അപ്പോൾ വചനത്താലാണ് നമുക്ക് ഒരു പുതിയ ജനനം കിട്ടിയതെങ്കിൽ അത് എങ്ങനെയുള്ളതാണ്? അത് നിലനിൽക്കുന്നതാണ്. ആർക്കും അത് നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല. നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങൾ പുതിയ ജനനം പ്രാപിച്ചിരിക്കുന്നു. പുതിയ ജനനം മീൻസ് നിങ്ങൾ പുതുക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വചനത്താൽ കഴുകി സ്നാനപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് 24-ാം വാക്യത്തിൽ പറയുന്നത്: സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടിപ്പോകും, പൂവ് ഉതിർന്നു പോകും, എന്നാൽ കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനത്താലാണ് നിങ്ങൾ കഴുകപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ശക്തിയോടുകൂടെ നിൽക്കാനായിട്ട് സാധിക്കും. അതെന്നേക്കും നിലനിൽക്കും. ഇതാണ് പറയുന്നതിൻ്റെ അർത്ഥം. വചനത്താൽ നിങ്ങൾ സ്നാനപ്പെടണം. വചനത്താൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല, ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ വചനത്തിൽ അടിസ്ഥാനമുള്ള, വചനത്താൽ കഴുകപ്പെട്ട ആ വചനത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ലോകത്തിൽ ഏത് പ്രതികൂലമോ തടസ്സമോ രോഗമോ ബുദ്ധിമുട്ടോ നിരാശയോ ജീവിതത്തിൽ ബാധിച്ചാൽ പോലും വചനം നിങ്ങളെ എപ്പോഴും ശക്തീകരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വചനം വായിക്കണം, പഠിക്കണം, കേൾക്കണം, വചനം കൈകൊണ്ട് എടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനും ഒരിക്കലും നശിച്ചു പോയിട്ടില്ല. യേശു പറയുന്നു, എന്നെയും എൻ്റെ വചനങ്ങളെയും ആരെല്ലാം സ്വീകരിക്കുമോ, അനുസരിക്കുമോ, ഏറ്റെടുക്കുമോ അവർക്ക് നിത്യജീവൻ ഉണ്ട്. യേശു നിക്കോദെമോസിനോട് പറയുന്നത് അതാണ്. നിനക്ക് ആ ദൈവരാജ്യം വേണമെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് വചനത്താൽ കഴുകപ്പെടണം. വചനത്തിൻ്റെ സ്നാനം നീ ആദ്യം സ്വീകരിക്കണം. അതാണ് ജലസ്നാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലാതെ ജസ്റ്റ് നമ്മളൊരു പള്ളിയിൽ ചെയ്യുന്ന സ്നാനം അതിൻ്റെ അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സ്നാനമാണ്, പക്ഷേ ഏതിലായിരിക്കണം? വചനമൊഴിച്ച് നീ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. വചനം കേട്ടത് കൊണ്ടായില്ല, വചനം നിന്നെ കഴുകണം. വചനത്തിൽ നീ കഴുകി വെടിപ്പാകണം. വചനത്താൽ നമ്മൾ എന്ത് ചെയ്യപ്പെടണം? വിശുദ്ധീകരിക്കപ്പെടണം. ഇനി രണ്ടാമത് പറയുന്ന കാര്യം ഏത് സ്നാനമാണ്? വെള്ളത്താലും
ആത്മാവിനാലും നിങ്ങൾ സ്നാനപ്പെടണം, അല്ലെങ്കിൽ പുതുതായി ജനിക്കണമെന്നതാണ്. അപ്പം ഞാൻ ഒന്നാമത് പറഞ്ഞത് വെള്ളത്താൽ ജനിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനത്താൽ കഴുകി വെടിപ്പാക്കപ്പെടണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിലൊരു സംശയവും നിങ്ങൾ വയ്ക്കരുത്. രണ്ടാമത് നമ്മൾ ആത്മീയ സ്നാനം എന്നതിലേക്ക് പോകുകയാണ്. ആത്മീയ സ്നാനം എന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി പുതുക്കം പ്രാപിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനോഹരമായ രീതിയിൽ അത് മനസ്സിലാകും. തീത്തോസിൻ്റെ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് ടൈറ്റസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ നമ്മൾ വായിക്കുകയാണ്. ദൈവമോ തൻ്റെ കരുണപ്രകാരമത്രേ നമ്മെ രക്ഷിച്ചത്, അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്. ഏത് ജീവൻ്റെ? നിത്യജീവൻ്റെ. യേശു പറയുന്നത് ഏതിനെക്കുറിച്ചാണ്? നിനക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് വരണമെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത്, നിനക്ക് നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് വരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. ഏത് സ്നാനമാണ്? പുനർജനന സ്നാനം. യേശു അവനോട് പറഞ്ഞത് എന്താണ്? നീ ആത്മാവിനാൽ പുതിയതായി ജനിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവം നിങ്ങളെ പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താൽ തന്നെ നിങ്ങളെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സ്നാനത്തിൻ്റെ പേരെന്താണ്? ആത്മാവിലുള്ള സ്നാനം. ഈ ആത്മാവിലുള്ള സ്നാനം ആരാണ് നമുക്ക് നൽകുന്നത്? കർത്താവായ യേശുക്രിസ്തുവാണ്. എന്തിനാണ് നൽകുന്നത് ഈ പുനർജനന സ്നാനം? കർത്താവായ യേശുവിനോട് കൂടെ നിത്യജീവൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടി ദൈവം പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നവീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ആത്മീയ സ്നാനം നിങ്ങൾക്ക് ഉണ്ടാകണം. 8-ാമത്തെ വാക്യം വായിക്കുക. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഇത് ആരും ഇല്ല എന്ന് പറയാനായിട്ട് അനുവാദമില്ല. ദൈവാത്മാവിനാൽ ജനിക്കണമെന്ന് പറയുമ്പോൾ അത് എല്ലാവരും വിശ്വസിക്കേണ്ട ഒന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന സൽപ്രവർത്തികളിൽ ഉത്സാഹിച്ചു വരും. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് പറയുന്നു, ഇത് ശുഭവും എല്ലാ മനുഷ്യർക്കും ഉപകാരവുമാണ്. ഏത് കിട്ടിക്കഴിഞ്ഞാൽ? ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള ഒരു പുതുക്കത്തിൻ്റെ സ്നാനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ശുഭകരമാക്കും, നിങ്ങളുടെ ഭാവിയെ ശുഭകരമാക്കും. നിങ്ങളോട് ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും അതൊരു ഉപകാരവുമായി തീരും. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കും. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് വചനത്താൽ കഴുകപ്പെടുന്ന ജലസ്നാനം. രണ്ടാമത് പരിശുദ്ധാത്മാവിനാലുള്ള പുനർജനന സ്നാനം. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ നവീകരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ വായിക്കുന്നത് യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിലാണ്. യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ നിങ്ങളെ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിർമ്മല ജലം എന്ന് പറഞ്ഞാൽ ഏതാണ്? ദൈവവചനം നിങ്ങളുടെ മേൽ തളിച്ച് നിങ്ങളെ നിർമ്മലരാക്കി മാറ്റും. അതാണ് ആദ്യത്തെ സ്നാനം. രണ്ടാമത് ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കും. അതാണ് ആത്മീയ സ്നാനം. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു പുതിയ ആത്മാവിനെ ഞാൻ വയ്ക്കും. ഒരു പുതിയ ആത്മാവിൻ്റെ അനുഭവം നിങ്ങൾക്ക് തരും. ഈ ആത്മാവിൻ്റെ അനുഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴെ പറയുന്ന പ്രത്യേകത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒന്ന്, ദൈവത്തിൻ്റെ ചട്ടങ്ങളിലൂടെ നമ്മൾ നടക്കും. ദൈവം പറയുന്നത് നമുക്ക് വിലയുള്ളതായിട്ട് തോന്നും. ദൈവിക കാര്യങ്ങൾ നമുക്ക് പ്രാധാന്യമുള്ളതായിട്ട് തോന്നും. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് വിലയേറിയതായി തോന്നും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ദൈവാത്മാവ് ഹൃദയത്തിനുള്ളിൽ പുതുക്കം തന്നൊരു മനുഷ്യൻ ലോകത്തിൻ്റെ വഴിയിലൂടെ നടത്തില്ല, ലോകത്തിൻ്റെ വഴികളിലൂടെ പോകില്ല, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുക്കില്ല. പകരം ഏത് വഴിയിലൂടെ പോകും? ആ മനുഷ്യൻ ദൈവത്തിൻ്റെ ചട്ടങ്ങളിലൂടെ പോകും. രണ്ടാമത്, ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വിധികളെ അനുഷ്ഠിക്കും. ദൈവം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും
അനുസരിക്കും. മൂന്നാമത്തത്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ദേശത്ത് സ്വസ്ഥതയോടുകൂടെ വസിക്കും. വീണ്ടും നമ്മൾ വായിക്കുക 29-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ ദൈവം എല്ലാ മലിനതകളിൽ നിന്നും രക്ഷിക്കും. ദൈവം അവരെ രക്ഷിക്കും. വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ, ദൈവം അവരുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകി അവരെ വർദ്ധിപ്പിക്കും. അടുത്ത കാര്യം, ദൈവം അവരുടെ ഇടയിൽ നിന്ന് നിന്ദയെ മാറ്റിക്കളയും. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം നൽകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ദൈവം നിങ്ങളുടെ നിന്ദയെ മാറ്റിക്കളയും. നിങ്ങൾ ഏത് പ്രയാസത്തിലാണോ ഉള്ളത് അതിനെ ദൈവം മാറ്റിത്തരും. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ പറയുന്നത്, ആന്തരിക മുറിവുകൾ നമുക്കൊത്തിരി ഉണ്ടായിരിക്കും. പുറമേ നോക്കുമ്പോൾ നമ്മൾ ചിരിക്കും, സന്തോഷിക്കും, എല്ലാവരോടും സംസാരിക്കും, എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടു കൂടെ നമ്മൾ ഇടപെടുകയും ചെയ്യും. പുറമേ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ ഉള്ളിൽ ഭയങ്കര മുറിവായിരിക്കും. ഉള്ളിലുള്ള മുറിവിനെ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ആക്ട് ചെയ്യും. അപ്പോൾ പലരുടെയും ലൈഫിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. കുടുംബത്തിനുള്ളിലുള്ള ചില ആന്തരിക മുറിവുകൾ ഉണങ്ങണമെങ്കിൽ നമ്മൾ ആരും വിചാരിച്ചാൽ കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലുള്ള കുറേ ആന്തരിക മുറിവുകളുണ്ട്. പലരിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ മുറിവുകളായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ചില വേദനകൾ കാരണം ഉണ്ടായ മുറിവുകളായിരിക്കും. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്കുണ്ടായ മുറിവുകളായിരിക്കും. ഇതിന് ഏക സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ ഈ മുറിവുകളും അതിൻ്റെ കൂടെ കഴുകിപ്പോകും. നിങ്ങൾ ശുദ്ധമാകും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രീ ആകും. ഇതിന് പറയുന്ന പേരാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്നർ ഹീലിംഗ് എന്ന് പറയും. എന്തോ ഹീലിംഗ് ആണ്? ആന്തരിക സൗഖ്യം. കേട്ടിട്ടുണ്ടോ? ആന്തരിക സൗഖ്യം. ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിലൂടെ ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന അനുഗ്രഹമാണ് നമ്മളിവിടെ വായിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ നിന്ദയെ ദൈവം മാറ്റിത്തരും. നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വേദനയായിരിക്കും. എത്ര നേരം നമ്മൾ ഇരുന്നാലും പ്രാർത്ഥിച്ചാലും ഒന്നും ഈ വേദന മാറിപ്പോകില്ല. ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ സങ്കടം മാറിപ്പോകത്തില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ സങ്കടം ഇങ്ങനെ പെരുകി വരും. വീണ്ടും വീണ്ടും നമ്മളിരുന്ന് ആലോചിക്കും തോറും ഈ സങ്കടം ഇങ്ങനെ വർദ്ധിച്ചു വരും. പുറമേ നോക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കും, വീട്ടുജോലി ചെയ്യും, ജോലിക്ക് പോകും, മക്കളെ കാര്യം നോക്കും, കുടുംബകാര്യം നോക്കും, എല്ലായിടത്തും നമ്മളുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്ത് കിടപ്പുണ്ട്? ഒരു പെയിനുണ്ട്, അല്ലേ? നമ്മുടെ ഉള്ളിൽ, നമ്മളെല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ ഒളിച്ചു വച്ചിരിക്കുന്ന, നമുക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത, ഹീൽ ചെയ്യാൻ പറ്റാത്ത ചില മുറിവുകളുണ്ട്. ഒരൊറ്റ മനുഷ്യനും ഇത് ഹീൽ ചെയ്ത് തരാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഏതിനെ വെച്ച് തരും? ഒരു പുതിയ ആത്മാവിനെ വെച്ച് തരും. ആ ആത്മാവിനാൽ നിങ്ങൾ പുതിയ ജനനം പ്രാപിക്കും. തീത്തോസ് പറയുന്നത് അതുകൊണ്ടാണ്. ആ ആത്മാവിനാൽ നിങ്ങൾ പുതിയ ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലെ വേദനകളും നിന്ദയും നിങ്ങളുടെ ദൈവം മാറ്റിത്തരും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് വിശ്വസിക്കണം. ഒരു വ്യക്തിക്കും നിങ്ങളുടെയും എൻ്റെ ഹൃദയത്തിലുള്ള മുറിവുകളെ മാറ്റിത്തരാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും? ആ മുറിവിലൊന്ന് കുത്തി വേദനിപ്പിക്കാൻ പറ്റും. പക്ഷേ ആ മുറിവിനെ മാറ്റാൻ, നിങ്ങളുടെ നിന്ദയെ മാറ്റാൻ, നിങ്ങളുടെ സങ്കടത്തെ മാറ്റാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. പക്ഷേ ഞാൻ പറയുന്ന ഈ വ്യക്തിക്ക് കഴിയും. പരിശുദ്ധാത്മാവാകുന്ന ഈ ആളത്വത്തിന് അത് സാധിക്കും. അതുകൊണ്ടാണ് നിക്കോദെമോസിനോട് യേശു പറയുന്നത്, ഒന്ന്, നീ വചനത്താൽ ജലസ്നാനം ചെയ്യപ്പെടണം. വചനം നിന്നെ കഴുകണം. അപ്പോൾ വചനത്തിലൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒന്ന് കഴുകും. രണ്ടാമത്തെ സ്റ്റേജാണ് പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീലിംഗ് തരുന്നത്. ചില ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡെലിവറൻസ് ശുശ്രൂഷ എന്ന് കേട്ടിട്ടുണ്ടോ? ഡെലിവറൻസ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ഡെലിവറൻസ് എന്ന് പറയുന്നത്? ആന്തരിക മുറിവിനെ ഉണക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ മുറിവിനെ ഉണക്കുന്ന ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറയും. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നിന്ദകളെ, വേദനകളെ, അകൃത്യങ്ങളെ, ദുർമാർഗങ്ങളെ എല്ലാം എടുത്തു മാറ്റി അതിനുള്ളിൽ ഒരു പുതുക്കം നൽകി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. നിക്കോദെമോസിനോട് പറയുന്നു, ഇങ്ങനെ നീ പുതുതായി ജനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദൈവരാജ്യത്തിൽ നിത്യതയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ഈ ഉള്ളിൽ ഈ പെയിനും കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയില്ല.
നമ്മുടെ ഈ മുറിവുകൾ കൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ ഇങ്ങനെ പെരുകത്തേ ഉള്ളൂ. ഓരോ വ്യക്തിയെ കാണുമ്പോഴും നമ്മുടെ സങ്കടം വർദ്ധിക്കും. ആൾക്കാരെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയത്തില്ല. ഓരോ വ്യക്തിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മാനസികമായിട്ട് തകരും. മറ്റുള്ളവരോട് നമുക്കൊന്ന് ഫോൺ വിളിച്ചാൽ പോലും പലരും അറ്റൻഡ് ചെയ്യത്തില്ല, അല്ലേ? ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ഫോൺ പോലും നമ്മൾ അറ്റൻഡ് ചെയ്യത്തില്ല, ആരുടെയും മുഖത്ത് നോക്കത്തില്ല, ആർക്കും മുഖം കൊടുക്കത്തില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനേക വഴിയാണ് ഞാൻ പറയുന്നത്, കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വചനത്തിലൂടെ നിങ്ങൾ കഴുകപ്പെട്ട് രണ്ടാമത് പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് കിട്ടും. അതിനെന്താണ് ചെയ്യേണ്ടത്? റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം മുതൽ നമ്മൾ വായിക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പഴയ മനുഷ്യനെ കർത്താവിനോട് കൂടെ ക്രൂശിക്കണം. എന്താ ചെയ്യേണ്ടത്? പഴയ മനുഷ്യനെ ക്രൂശിക്കണം. ഇനി 3-ാമത്തെ വാക്യം വായിച്ചേ. 6-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വചനം. യേശുവിനോട് ചേരുവാൻ നമ്മൾ എന്ത് ഏറ്റു? സ്നാനമേറ്റു. ഏതൊക്കെയാണ് സ്നാനം? യേശുവിനോട് ചേരാനുള്ള സ്നാനം ഏതൊക്കെയാണ്? യേശുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ യേശു ഇരിക്കുന്നത് എവിടെയാണ്? ദൈവരാജ്യത്തിൽ, അല്ലെങ്കിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്, അതായത് നിത്യതയിൽ. അപ്പോൾ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം എവിടത്തോട്ട് ചേരാൻ സ്നാനമേൽക്കുക എന്നതാണ്? നിത്യതയിൽ. യേശു പറഞ്ഞ ദൈവരാജ്യത്തിലോട്ട് കയറാൻ നമ്മൾ എന്ത് ചെയ്തു? സ്നാനമേറ്റു. ഏതൊക്കെ സ്നാനമാണ് ഏറ്റത്? ഒന്ന് വചനത്താലുള്ള സ്നാനം, ജലസ്നാനം. രണ്ടാമത് ആത്മാവിനാലുള്ള സ്നാനം. മനസ്സിലായോ? അപ്പോൾ യേശുവിനോട് ചേരുവാനെന്ന് പറഞ്ഞാൽ യേശു ഇരിക്കുന്ന ഇടത്ത് എത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള സ്നാനം. അതാണ് ഞാൻ ഈ പറഞ്ഞ 2 സ്നാനങ്ങൾ. 3-ാമത്തെ വാക്യം വായിക്കാം. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നമ്മളെല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാനാണ് സ്നാനമേറ്റതെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ അതായത് നിങ്ങളുടെ ജഡത്തെ കംപ്ലീറ്റ് ആയിട്ട് മരിപ്പിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. ജഡ അഭിലാഷങ്ങളെയെല്ലാം, നമ്മുടെ ജഡത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും മരിപ്പിക്കണം. ജഡത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും മരിപ്പിക്കണം. നമുക്കൊരു ചില സങ്കടങ്ങൾ വരുന്നത് ഏതിലാണ്? ആത്മാവിലാണോ ജഡത്തിലാണോ വരുന്നത്? ജഡത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജഡസ്വഭാവമുള്ളവർ ഏത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും? ജഡത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ ആത്മസ്വഭാവമുള്ളവർ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും? ആത്മീയ സ്വഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ യേശുവിനോട്, വളരെ ശ്രദ്ധിക്കണേ എന്നാലത് മനസ്സിലാകും, നിങ്ങൾ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജഡത്തെ യേശുവിനോട് കൂടെ മരിപ്പിച്ചു. മനസ്സിലായോ? നിങ്ങളുടെ ജഡത്തെ യേശുവിനോട് കൂടെ മരിപ്പിച്ചു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് ജീവനുണ്ടോ? ഇല്ല. ഈ മരിച്ചു കഴിഞ്ഞതിൽ ഇപ്പോൾ നമ്മൾ മരിച്ചു, നമ്മളൊരു ശവശരീരമാണ്. ഈ ശവശരീരത്തിന് ഏതെങ്കിലും വേദന അറിയാൻ പറ്റുമോ? ഈ ശവശരീരത്തെക്കുറിച്ച്, അതായത് ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ യേശുവിനോട് കൂടെ മരിച്ചു, നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ മരിപ്പിച്ചു, മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ആളിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ അയാൾക്ക് ഫീൽ ചെയ്യുമോ? ഇല്ല. മരിച്ചു കിടക്കുന്ന ഈ ജഡത്തെക്കുറിച്ച് ആരെങ്കിലും ഒരു പഴി പറഞ്ഞു, അയാൾക്കത് മനസ്സിലാകേണ്ട കാര്യമുണ്ടോ? കുറ്റം പറഞ്ഞു, ഫീൽ ചെയ്യുമോ? വഴക്ക് പറഞ്ഞു, ഫീൽ ചെയ്യുമോ? നിന്ദിച്ചു, പ്രശ്നമുണ്ടോ? ഒരു കാര്യവുമില്ല. അതാ പറയുന്നത്, നിങ്ങളുടെ ജഡത്തെ ഇതുപോലെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, ആര് എന്തു പറഞ്ഞാലും, ആര് നിങ്ങളെ വിഷമിപ്പിച്ചാലും ഹൃദയത്തിനുള്ളിലേക്ക് ഒരു വേദനയും കടന്നു വരാനായിട്ട് പാടില്ല. അതാണ്, നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കയറാൻ വേണ്ടി യേശുവിൻ്റെ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും മരിപ്പിക്കണം. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ജഡത്തിന് അത് പ്രശ്നമാകാൻ പാടില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ യേശുവിനോട് കൂടെ നിങ്ങളുടെ ജഡത്തെ മരിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദന നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഉള്ളിലോട്ട് വരില്ല. കാരണം നിങ്ങളുടെ വേദന ഇപ്പോഴില്ല. കാരണം നിങ്ങൾ മരിച്ചുപോയ ഒരാളാണ്. നിങ്ങളുടെ ജഡത്തെ യേശുവിനോട് കൂടെ മരിപ്പിച്ചു. കേട്ടോ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ
എന്തിനാണ് ഈ സ്നാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ ഇച്ചിരി പാടാണ്, ഇച്ചിരി ഫിലോസഫിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ജീവൻ ഉണ്ടെങ്കിലേ എന്തുണ്ടാകൂ? വേദന ഉണ്ടാകൂ. മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകില്ല? അപ്പോൾ ഞാൻ ഈ ശരീരം അടിക്കുന്നതല്ല പറയുന്നത്. നമ്മുടെ ഇപ്പം ഞാൻ നിങ്ങളെ വഴക്ക് പറയുന്നു, നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടാകുമല്ലോ. നിങ്ങൾ എന്നെ വഴക്ക് പറയുന്നു, എനിക്ക് എന്തുണ്ടാകും? വേദന ഉണ്ട്. കാര്യം എനിക്ക് എന്തുള്ളതുകൊണ്ടാണ്? എനിക്ക് ജീവനുള്ളതുകൊണ്ടാണ്. അപ്പോൾ യേശു പറയണം അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വേദന വരുന്ന ആ ജഡസ്വഭാവത്തെ യേശുവിനോട് കൂടെ മരിപ്പിക്കണം. അപ്പോൾ ആരെന്തു പറഞ്ഞാലും നിങ്ങൾക്കൊട്ടും ഉള്ളിലോട്ട് വന്ന് ഹൃദയത്തിനുള്ളിൽ മുറിവേൽക്കില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ആര് നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഹൃദയത്തിനുള്ളിൽ ഒരു സങ്കടവും നിങ്ങൾക്ക് വരില്ല. ഈ സങ്കടം വരാതെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ യേശുവിനോട് കൂടെ നിങ്ങളുടെ ജഡസ്വഭാവത്തെ മരിപ്പിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കതിന് സാധിക്കുകയുള്ളൂ. ഇനി 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, ആകയാൽ നിങ്ങളുടെ മർത്യ ശരീരം, അതായത് നമ്മുടെ ശരീരം, അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കാൻ ഇനി ഒരിക്കലും വാഴരുത്. നിങ്ങളുടെ ശരീരത്തെ പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കരുത്. പാപം കാരണമാണ് നമ്മുടെ ഉള്ളിൽ പല വേദനകളും വരുന്നത്. അപ്പോൾ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിട്ടു, നമ്മളിനി ആരാണ്? പുതിയ മനുഷ്യനാണ്. അപ്പോൾ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡീക മനുഷ്യനാണ്. ഈ ജഡീക മനുഷ്യനാണ് വേദന ഉണ്ടാകുന്നത്. ആത്മീക മനുഷ്യൻ എന്തുണ്ടാകില്ല? വേദന ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ജഡീക മനുഷ്യനാണോ ആത്മീയ മനുഷ്യനാണോ? ചിലർ പറയാറുണ്ട്, ആരെങ്കിലും ദൂരെ കൂടെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, എന്ത് ചെയ്യും? ഭയങ്കര സങ്കടം വരും, പിന്നെ പോയിരുന്ന് കരയും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം നോക്കണം, നിങ്ങൾ ആരാണ്? നിങ്ങൾ ജഡീക മനുഷ്യനാണ്. എന്നാൽ ആത്മീയ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെക്കുറിച്ചൊരു കാര്യം പറയുകയാണ്, നമ്മൾ എങ്ങനെ ചിന്തിക്കും? സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാൻ, അവരറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു. ഇതാര് പറഞ്ഞ കാര്യമാണ്? കർത്താവേ, ഈ മനുഷ്യൻ അറിവില്ലാതെ പറഞ്ഞു, അതുകൊണ്ട് അവനോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണം. ഇതാണ് ആത്മീയ മനുഷ്യൻ്റെ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, യേശു ക്രൂശിൽ കിടന്നപ്പോൾ യേശു തികച്ചും ആത്മീയ മനുഷ്യനാണ്. യേശുവിനെക്കുറിച്ച് തൊട്ടടുത്തിരുന്ന കള്ളൻ പറയുകയാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ യേശു അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ യേശു എന്താണ് പറയുന്നത്? അങ്ങനെയല്ല, ഇവർ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തു പോകുന്നത്. യേശുവിൻ്റെ ജഡത്തിൽ എന്തെങ്കിലും വേദന കിട്ടിയോ? മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വേദനയും കിട്ടിയില്ല. അതുകൊണ്ട് അപ്പോൾ ആ ജഡത്തെ അങ്ങ് മരിപ്പിക്കണം. ജഡത്തെ മരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല കരുത്തുള്ളവരായിട്ട് മാറും. നിങ്ങൾ ആത്മീകമായിട്ട് നല്ല പവർഫുള്ളാകും. സ്പിരിച്വലി യു വിൽ ബി സ്ട്രോങ് ലൈക്ക് എനിത്തിങ്. നിങ്ങൾ അങ്ങനെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന്, ആരുടെ ഇടയിൽ നിന്ന് എന്ത് ജോലിയും ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആരെന്ത് ചെറിയ കാര്യം പറഞ്ഞാലും നിങ്ങൾക്കത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആകാനായിട്ട് സാധിക്കും. ഇനി അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എങ്ങനെയാണ് നമുക്കിതിലോട്ട് പ്രവേശിക്കാനായിട്ട് കഴിയുന്നത്? അതിനുവേണ്ടി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 2:28 നമ്മൾ വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, 2:28 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2:38. നിങ്ങൾ മാനസാന്തരപ്പെടണം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ആരുടെ നാമത്തിൽ? യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേൽപ്പിൻ. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു വന്ന ട്രാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിലൂടെ നമ്മൾ അതിലോട്ട് എത്തേണ്ടതെന്നുള്ള വഴിയാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം. യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന ദാനം നമുക്ക് ലഭിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 2 സ്നാനത്തിലൂടെ 4 മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. നമ്മൾ ഇന്ന് പാഠഭാഗമായി വായിച്ച കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 രീതിയിലുള്ള സ്നാനങ്ങൾ ഉണ്ടാകണം. ഒന്ന്, വചനത്താലുള്ള ജലസ്നാനം. രണ്ടാമത്, പരിശുദ്ധാത്മാവിനാലുള്ള ആത്മീയ സ്നാനം. ജഡീക മനുഷ്യനെ നമ്മൾ മരിപ്പിക്കണം. നമ്മൾ ആരായിട്ട് മാറണം?
ആത്മീയ മനുഷ്യരായിട്ട് മാറണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിച്ച് നമ്മൾ ആത്മീയ മനുഷ്യരായി മാറും. അപ്പോൾ മാറിയാൽ എന്താണ് പ്രയോജനമെന്ന് നമ്മൾ അറിയണ്ടേ? ഒന്നാമത്തെ പ്രയോജനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദിശയിൽ മാറ്റം വരും. അതായത് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ആയിരിക്കില്ല ആ മനുഷ്യൻ ജീവിക്കുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദിശ, അത് ഡയറക്ഷൻ മാറും. ആ വ്യക്തിയുടെ ഡയറക്ഷൻ മാറും. എങ്ങനെയാണ് ഡയറക്ഷൻ മാറുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വായിക്കുക, ആ മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ ഈ ലോകത്തിലുള്ളത് അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് തുടങ്ങും. അതായത് ആ വ്യക്തി ലോക കാര്യങ്ങൾ അന്വേഷിക്കാതെ ഉയരത്തിൽ ദൈവീക കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങും. മനസ്സിലായോ? ദൈവരാജ്യത്തിലേക്ക് എനിക്ക് പോകണം, അതുകൊണ്ട് എനിക്ക് ഈ ലോക കാര്യങ്ങളിൽ കൂടുതലായി നിന്ന് കഴിഞ്ഞാൽ കഴിയില്ല, എനിക്ക് ദൈവത്തോട് ചേർന്ന് വരണം. അപ്പോൾ ആ ഡയറക്ഷൻ മാറും. ഒന്നാമത് ഡയറക്ഷൻ നമുക്ക് മാറ്റിക്കിട്ടും. 2 കൊരിന്ത്യർ അതിൻ്റെ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ ആരായിട്ട് മാറും? പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ ആയിട്ട് മാറും. അവന് പഴയ കാര്യങ്ങൾ ഒന്നും വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല. കടബാധ്യത ഉണ്ടോ? കുഴപ്പമില്ലെന്ന് പറയും. ആ വീട്ടിൽ എന്ത് സങ്കടം വന്നാലും പ്രയാസം വന്നാലും ആ മനുഷ്യൻ്റെ ഉള്ളിലോട്ട് അതൊരു പെയിൻ വരത്തില്ല. ആ മനുഷ്യൻ എപ്പോഴും ഉയരത്തിലുള്ളത് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. രണ്ടാമത്, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ജീവിത ശൈലി മാറും. ജീവിത ശൈലി മാറും. ഏതൊക്കെ ശൈലിയാണ് മാറുന്നതെന്നറിയാമോ? നമ്മൾ വായിക്കുക 5-ാമത്തെ വാക്യം. 2 കാര്യങ്ങളിൽ സ്നാനം വന്നു കഴിഞ്ഞാൽ, ഒന്നാമത് ദുർനടപ്പ് ആ വ്യക്തി പൂർണ്ണമായിട്ട് മാറും. ദുർനടപ്പ് തനിയെ മാറും. പിന്നെയോ അശുദ്ധി, ഇനി പറയണ്ട, ആ വ്യക്തി തനിയെ ക്ലീൻ ആകും. പിന്നെയോ അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന എന്ന അത്യാഗ്രഹം, ഈ കാര്യങ്ങളെല്ലാം തനിയെ മരിക്കും. കേട്ടോ, നമ്മൾ ഇതിന് ഓരോന്നിനെയായിട്ട് മരിപ്പിക്കാനായിട്ട് നടക്കണ്ട. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 2 സ്നാനത്താൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഒന്ന്, ലോകത്തേക്കാൾ ദൈവിക കാര്യങ്ങളോടുള്ള താല്പര്യം ഉണ്ടാകും. രണ്ടാമത്, നമ്മുടെ ജഡത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി നമ്മുടെ ജീവിത ശൈലി തന്നെ പൂർണ്ണമായിട്ട് മാറും. മനുഷ്യർ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മദ്യപാന ശീലമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, എത്ര കൗൺസിലിംഗ് കൊടുത്താലും ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടിട്ടാലും മാറാത്ത പ്രശ്നങ്ങളെ ആര് മാറ്റിക്കൊടുക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിക്കൊടുക്കും. 3-ാമത്തെ പ്രത്യേകത, ഞാനിപ്പോൾ പറഞ്ഞത് ശരീരത്തിലെ പാപങ്ങളാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞത് ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. അങ്ങനെയുള്ള പാപങ്ങൾക്കൊരു റിലീഫ് കിട്ടും, മാറ്റം വരും. അടുത്ത് സംഭവിക്കുന്നത് സ്വഭാവ രീതികൾ മാറും. ഏത് മാറും? സ്വഭാവ രീതികൾ മാറും. അതായത് ക്യാരക്ടർ, പുതിയൊരു ക്യാരക്ടറായിട്ട് മാറും. ഏതൊക്കെയാണ് ക്യാരക്ടറിൽ വരുന്ന മാറ്റം? 8-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ, കോപം മാറും. ചിലർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം ഉണ്ടാകും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്ത് ചെയ്യില്ല, ആ കോപം മാറത്തില്ല. അപ്പോൾ ഈ കോപം, ഈ 2 കാര്യങ്ങളിലൂടെ നിങ്ങൾ മാറ്റം വന്നു കഴിഞ്ഞാൽ തനിയെ മാറും. കോപം, നിങ്ങളുടെ ക്യാരക്ടറിൽ മാറുന്ന പ്രധാനപ്പെട്ട കോപം മാറും. പിന്നെ ക്രോധം, നമ്മളിങ്ങനെ ഉള്ളിൽ എന്ത് കൊണ്ടെടുക്കും? പക ഇങ്ങനെ കൊണ്ടു നടക്കും. ക്രോധം മാറും. ഈർഷ്യ, മറ്റുള്ളവരോടുള്ള ഈർഷ്യ തനിയെ മാറും. വായിൽ നിന്ന് വരുന്ന ദൂഷണം, മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരും പറഞ്ഞു കൊടുക്കാതെ അതെന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോപ്പാവും. ആരെക്കുറിച്ചും നമുക്കൊന്നും പറയാൻ തോന്നില്ല. ദുർഭാഷണം, കൂട്ടത്തിലിരുന്നോ അല്ലാതെയോ ഒക്കെ തെറ്റായ ദുർഭാഷണങ്ങളിൽ നമ്മൾ ഏർപ്പെടും. അങ്ങനെയുള്ള ഒരു സംഭാഷണത്തിലും നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. അത് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിക്കും. പിന്നെയോ ഫോഷ്ക്ക് പറയാതിരിക്കും. നമ്മൾ ഫോഷ്ക്കായിട്ടുള്ള ഒന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഇത് നിങ്ങൾക്ക് തനിയെ നിർത്താൻ പറ്റുമോ? എനിക്ക് തനിയെ നിർത്താൻ പറ്റുമോ? ഇല്ല. പക്ഷേ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിത്തരും. ഏതാണ്? വചനത്താൽ കഴുകപ്പെട്ട് വചനസ്നാനവും പരിശുദ്ധാത്മാവിലുള്ള സ്നാനവും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ സംബന്ധമായ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആകും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യും? സന്തോഷിക്കും. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് സംഭവിക്കും. മനുഷ്യബന്ധങ്ങളിൽ നല്ല മാറ്റം വരും. നമുക്ക് വായിക്കാം 11-ാമത്തെ വാക്യം. അതിനു മുമ്പ് നമ്മൾ വായിക്കാം, ഒരു പുതിയ മനുഷ്യനെ ആണല്ലോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. അതിനാൽ യവനനും യഹൂദനും എന്നുള്ള വ്യത്യാസമില്ല. അതായത് നമ്മൾ മറ്റുള്ളവരെ 2 കാറ്റഗറി ആയിട്ട് കാണത്തില്ല. പിന്നെയോ പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല. ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. അതായത് നമ്മൾ മറ്റുള്ളവരെ 2 കാറ്റഗറി ആയിട്ട് കാണാനായിട്ട് നമുക്കൊരിക്കലും കഴിയത്തില്ല.
നമ്മുടെ കുടുംബത്തിൽ ജീവിത പങ്കാളി ഉണ്ടാകും. നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു രീതിയിൽ നമുക്ക് ഒരു തെറ്റായ രീതിയിൽ നമുക്കൊരിക്കലും കാണാനായിട്ട് കഴിയില്ല. മക്കൾ, അമ്മയപ്പന്മാർ നല്ല രീതിയിൽ മാത്രമേ അവർ കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ചേഞ്ചസ് ഉണ്ടാകും. എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞ 2 സ്നാനങ്ങൾ ഉയരത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം ഉണ്ടാകും. ഏതൊക്കെയാണ് നമുക്കുള്ള മാറ്റങ്ങൾ? ഒന്ന്, നമ്മുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ലോകത്തിൻ്റെ കാര്യങ്ങളിലുള്ള ഡയറക്ഷൻ മാറി. എങ്ങനെ ഡയറക്ഷൻ മാറും? ദൈവിക കാര്യങ്ങളിലോട്ട് നമ്മളുടെ ഡയറക്ഷൻ മാറും. നമ്മളുടെ ചിന്തകൾ ദൈവികമായ ഡയറക്ഷനിലോട്ട് പോകും. രണ്ടാമത് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നൊരു റിലീഫ് ദൈവം തരും. ശാരീരികമായ ശരീരം കൊണ്ടോ നാവ് കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒക്കെ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മനുഷ്യൻ വിചാരിച്ചാൽ കിട്ടാത്ത വിമോചനം ദൈവം നമുക്ക് തരും. മൂന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ സ്വഭാവം കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് പൂർണ്ണമായിട്ടും മോചനം വരും. അതിലൊന്നാണ് കോപം, ക്രോധം, ഈർഷ്യ, ദുർഭാഷണം, ദൂഷണം, ഫോഷ്ക്. ഇതെല്ലാം നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റും. നമ്മൾ പറയത്തില്ലേ, ഒരു മനുഷ്യൻ്റെ ലൈഫ് കംപ്ലീറ്റായിട്ട് തിരിഞ്ഞു വരും. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കണ്ട ആളായിരിക്കില്ല നാളെ. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ആർക്കേ പറ്റത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ നമ്മളിങ്ങനെ മാറ്റാനായിട്ട് കഴിയുകയുള്ളൂ. ഒടുവിൽ നല്ല ബന്ധങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. മനുഷ്യബന്ധങ്ങൾ നല്ല രീതിയിൽ ക്രമപ്പെടും. ഇപ്പോൾ തന്നെ ഒരു വീട്ടിനുള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യർ തമ്മിൽ എങ്ങനെയല്ല, നല്ല ബന്ധങ്ങളിലല്ല. ഒരു 5 പേരൊരു വീട്ടിലുണ്ടെങ്കിൽ പോലും 5 പേർക്കുള്ളിലും നല്ല ബന്ധങ്ങളില്ല. ഓരോ കുടുംബത്തിനുള്ളിൽ ബന്ധങ്ങൾ വളരെ വഷളാണ്. അത് ശരിയാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 4 അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. ഒന്ന്, വചനത്താലുള്ള ജലസ്നാനം. രണ്ടാമത്, ആത്മാവിനാലുള്ള സ്വർഗീയ സ്നാനം. ഇത് 2 നമ്മൾ ആഗ്രഹിക്കുക, സ്വീകരിക്കുക. നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായി ദൈവം ചേഞ്ച് ചെയ്യും.